നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ആമ്പല്ലൂർ മണലി മടവാക്കര റോഡിൽ പട്ടാപ്പകൽ പെൺകുട്ടിക്ക് നേരെ യുവാവിന്റെ അതിക്രമം. മണലി പുഴയിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. SFI നേതാവിന്റെ കൊലവിളി പ്രസംഗം. 50ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് പോലീസ്. യൂണിഫോം അഴിച്ചുവെച്ചാൽ പോലീസിനെ തല്ലിയെന്ന കേസുണ്ടാകില്ലെന്നും പോലീസുകാരുടെ വീട് അമ്പിളിമാമ്പന്റെ അടുത്തല്ലെന്നും നേതാവിന്റെ വെല്ലുവിളി. VD സതീശന്റെ മുഖ്യമന്ത്രി പദം മധുരനൊമ്പരമായി. പല്ലശ്ശേന ഒഴിവുപാറ 9 വയസ്സുകാരി വിനോദിനിക്ക് ചികിത്സാ പിഴവിനെ തുടർന്ന് കൃത്രിമ കൈ പിടിപ്പിക്കാൻ സഹായം നൽകിയത് VD സതീശനായിരുന്നു. VD സതീശന്റെ മുഖ്യമന്ത്രി പദം വിനോദിനി ലഡു വിതരണം ചെയ്ത് ആഘോഷിച്ചു. VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും ആരോഗ്യമേഖലയെ ആരോഗ്യത്തോടെ VD സതീശൻ നയിക്കുമെന്നും വിനോദിനിയുടെ അമ്മ. വാർത്തകൾ വിശദമായി. തൃശൂർ ആമ്പല്ലൂർ മണലി മടവാക്കര റോഡിൽ പട്ടാപ്പകൽ പെൺകുട്ടിക്ക് നേരെ യുവാവിന്റെ അതിക്രമം. മണലി പുഴയിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30യോടെയാണ് സംഭവം. ദേശീയപാത മണലി പാലത്തിനു സമീപം മടവാക്കരയിലേക്ക് നടന്നുപോയിരുന്ന പെൺകുട്ടിയെ അപരിചിതനായ യുവാവ് കടന്നുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വായ് പൊത്തിപ്പിടിച്ച് പൊന്തക്കാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ പ്രതിയുടെ കയ്യിൽ കടിച്ച് പെൺകുട്ടി നിലവിളിച്ചു. കുതിറിയോടിയ പെൺകുട്ടി തൊട്ടടുത്ത ചായക്കടയിലേക്കാണ് ഓടിയെത്തിയത്. ചായക്കടയിലെ സ്ത്രീ തൊഴിലാളികൾ അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടിയതോടെ രക്ഷപ്പെടാനായി പ്രതി മണലി പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ഉടൻ പാലിയേക്കര സ്വദേശി കുമാർ എന്നയാൾ പുഴയിലേക്ക് ചാടി പ്രതിയെ പിടികൂടുകയായിരുന്നു. ഇതിനിടെ ഈ വഴിയിലെത്തിയ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സംഘത്തിന് പ്രതിയെ കൈമാറി. പിന്നീട് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുത്തു. പ്രതി കർണാടക സ്വദേശിയാണെന്നും മാനസിക വിഭ്രാന്തി ഉള്ളതുപോലെയാണ് പെരുമാറ്റമെന്നും പോലീസ് പറഞ്ഞു. പ്രതിയെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഓടി വന്നിട്ട് ആ പെൺകുട്ടി ഞാൻ ആ വഴിയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് വരുമ്പോൾ ആ പെൺകുട്ടി ബൈക്കിന്റെ ഫ്രണ്ട് കൈ കാണിച്ചിട്ട് ചേട്ടാ ഒരു ചെക്കൻ എന്നെ ഉപദ്രവിക്കാനായിട്ട് ഓടി വന്ന് പിടിക്കായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വണ്ടി അപ്പനെ തിരിച്ചു പോയിട്ട് ആ ചെക്കൻ അപ്പോഴേക്കും അങ്ങോട്ട് ഓടി. എന്നിട്ട് ഞാൻ നേരെ വേഗം കയറി പോയപ്പോൾ അവൻ ആ മണലി പാലത്തിന് അവിടെ നിന്ന് അങ്ങോട്ട് ചാടി. എന്നിട്ട് ഞാനും വേറെ 2 ചേട്ടന്മാരെ വിളിച്ചിട്ട് ഞങ്ങള് ആദ്യം ചാടാൻ നോക്കി, പറ്റിയില്ല. അപ്പോഴേക്കും വെള്ളത്തിൽ ചാടി. എന്നിട്ട് ഞങ്ങൾ അപ്പുറത്ത് പറമ്പ് കൂടി കടന്നിട്ട് അവനെ പിടിച്ച് കൊണ്ടുവന്ന് സാർമാരെ അടുത്ത് ഏൽപ്പിച്ചു. പോലീസുകാരുണ്ടായില്ല. RDO മറ്റേ വെഹിക്കിൾ സാർമാർ അവര് റണ്ണിങ്ങിൽ വരുമായിരുന്നു. ഞങ്ങൾ അവരെ വൈകിട്ട് കൈ കാണിച്ച് അവരെ അടുത്ത് ഞങ്ങൾ ഏൽപ്പിച്ചു. പ്രതിനെ തടഞ്ഞ് പിടിച്ച് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുതുക്കാട് സ്റ്റേഷനിൽ സാർമാരെ വിളിച്ചിട്ട് അവർ വന്ന് പ്രതിനെ കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. SFI നേതാവിന്റെ കൊലവിളി പ്രസംഗം. 50ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. യൂണിഫോം അഴിച്ചുവെച്ചാൽ പോലീസിനെ തല്ലിയെന്ന കേസുണ്ടാകില്ലെന്നും പോലീസുകാരന്റെ വീട് അമ്പിളിമാമ്പിന്റെ അടുത്തല്ലെന്നും SFI നേതാവ് വിപിൻ പറഞ്ഞിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ SFI നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പാലക്കാട് വെച്ചായിരുന്നു പരാമർശം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ SFI നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S. വിപിനാണ് പോലീസുകാരുടെ പേരെടുത്ത് പറഞ്ഞ് കൊലവിളി പ്രസംഗം നടത്തിയത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDFന്റെ ആഹ്ലാദ പ്രകടനത്തിനിടെ UDF CPM പ്രവർത്തകർ തമ്മിൽ CPM ഓഫീസ് പരിസരത്ത് വെച്ച് സംഘർഷമുണ്ടായിരുന്നു. CPM പ്രവർത്തകർ എറിഞ്ഞ കല്ലും കുപ്പിയും പോലീസുകാരുടെ ദേഹത്ത് തട്ടിയതോടെ പ്രവർത്തകരെ ഓടിക്കാൻ പോലീസ് CPM ഓഫീസിൽ കയറിയിരുന്നു. ഇതിനെതിരെയായിരുന്നു വിപിന്റെ കൊലവിളി പ്രസംഗം. യൂണിഫോം അഴിച്ചുവെച്ചാൽ പോലീസിനെ തല്ലിയെന്ന കേസുണ്ടാവില്ലെന്നും പോലീസുകാരന്റെ വീട് അമ്പിളിമാമന്റെ അടുത്തല്ലെന്നും പറഞ്ഞ വിപിൻ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ചോര വന്നാൽ തിരിച്ചു വരുമെന്നും പറഞ്ഞിരുന്നു. വിപിന്റെ പ്രസംഗം ദൃശ്യം പരിശോധിച്ച് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിയോടെയാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിരിക്കുന്നത്. വിപിനെ കൂടാതെ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സാദുലി, സെക്രട്ടറി അഭിഷേക് എന്നിവരുൾപ്പെടെ 50ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. VD സതീശന്റെ മുഖ്യമന്ത്രി പദം മധുരനൊമ്പരമായി. പല്ലശ്ശേന ഒഴിവുപാറ 9 വയസ്സുകാരി വിനോദിനിക്ക് ചികിത്സാ പിഴവിനെ തുടർന്ന് കൃത്രിമ കൈ പിടിപ്പിക്കാൻ സഹായം നൽകിയത് VD സതീശനായിരുന്നു. VD സതീശന്റെ മുഖ്യമന്ത്രി പദം വിനോദിനി ലഡു വിതരണം ചെയ്താണ് ആഘോഷിച്ചത്. VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും ആരോഗ്യമേഖലയെ ആരോഗ്യത്തോടെ സംരക്ഷിക്കുമെന്നും വിനോദിനിയുടെ അമ്മ പറഞ്ഞു. തൻ്റെ ജീവിതത്തിൽ കരുതലും കൈത്താങ്ങുമായി കൂട്ടുകൂടിയ VD സതീശനെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതിന്റെ സന്തോഷം ലഡു വിതരണം ചെയ്താണ് വിനോദിനി പ്രകടിപ്പിച്ചത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ നഷ്ടപ്പെട്ട വിനോദിനിയെ ആരോഗ്യവകുപ്പും സർക്കാരും തിരിഞ്ഞു നോക്കിയില്ല. സംഭവം വാർത്തകളിലൂടെ അറിഞ്ഞ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൊച്ചി അമൃത ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ ഏർപ്പാടാക്കി കൃത്രിമ കൈ പിടിപ്പിച്ചു നൽകുകയായിരുന്നു. കളിക്കിടെ വീണ് കൈയിന് പരിക്കേറ്റ വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് ചികിത്സാ പിഴവിനെ തുടർന്നായിരുന്നു. വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കാനോ വിനോദിനിക്ക് സൗകര്യമൊരുക്കാനോ LDF സർക്കാർ തയ്യാറായില്ല. VD സതീശന്റെ നേതൃത്വത്തിൽ വിനോദിനിക്ക് സ്വപ്നഭവനം ഒരുങ്ങാൻ പോകുന്ന പല്ലാവൂർ ജംഗ്ഷനിൽ കോൺഗ്രസ് നേതാക്കളോടും പ്രവർത്തകരോടും ഒന്നിച്ചാണ്
മധുര വിതരണം ചെയ്തത്. യൂത്ത് കോൺഗ്രസ് നെന്മാറ നിയോജകമണ്ഡലം പ്രസിഡന്റ് മനു പല്ലാവൂർ, പല്ലശ്ശന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS രാമനാഥൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KP പ്രഭാകരൻ, മുൻ DCC അംഗം ദാസ് പല്ലാവൂർ, മനോജ് പല്ലാവൂർ, കുമാരൻ പല്ലാവൂർ, വിഷ്ണു പ്രസാദ്, പ്രവീൺ S, വിനോദിനിയുടെ മാതാവ് എന്നിവർ പങ്കെടുത്തു. VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചുവെന്നും ആരോഗ്യമേഖലയെ ആരോഗ്യത്തോടെ സംരക്ഷിക്കുമെന്നും വിനോദിനിയുടെ അമ്മയും പറഞ്ഞു. മനസ്സിൽ വിചാരിച്ചു തന്നെയായിരുന്നു. കാരണം നമുക്ക് സാറ് തന്നെ ഒരു CM ആയിട്ട് വരണം നമുക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. വന്നു സാറ്, അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഓക്കെ, ഇതുപോലെ തന്നെ ഒരുപാട് മക്കൾക്ക് കൈത്താങ്ങാകാൻ കഴിയട്ടെ എന്നുള്ളതായിരിക്കും അല്ലേ? ഈ പ്രശ്നങ്ങളില്ലാതിരിക്കട്ടെ. അതെ, ഇനി നല്ലപോലെ ഭരിക്കാൻ കഴിയട്ടെ സാറിനെ. VD സതീശൻ മുഖ്യമന്ത്രിയായതിൽ കോൺഗ്രസ് നേതാക്കളും സന്തോഷം പങ്കുവച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായിട്ട് ഇവിടുത്തെ എല്ലാ ആളുകളെയും ഐക്യ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട എല്ലാ ആളുകളെയും ഒന്നിച്ച് ക്രോഡീകരിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ ഫലമാണ് ഇന്നിപ്പോൾ 102 സീറ്റുകൾ കൂടിയിട്ട് അധികാരത്തിൽ വരാൻ സാധിച്ചത്. ഈ കഴിഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടി ഭരണത്തിനെതിരെ ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങളും ഒന്നിച്ച് വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റോഡ് പണിയിലെ അശാസ്ത്രീയത. മഴ പെയ്തതോടെ റോഡ് കുളമായി. വെള്ളച്ചാലുകളില്ലാത്തതിനാൽ വെള്ളം തലം കെട്ടി നിൽക്കുന്നത് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കിള്ളിമംഗലം ഷൊർണൂർ റോഡിലെ ഉദടി സെൻറ്ററിലാണ് റോഡ് കുളമായത്. ഇതിനെ തുടർന്ന് വാഹനങ്ങൾ പോകുമ്പോൾ കടയിലേക്ക് വെള്ളം തെറിക്കുകയും ഈ വഴിക്ക് ആളുകൾക്ക് കാൽനടയായി പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നു. റോഡ് പണിയുമ്പോൾ വെള്ളം ഒഴിഞ്ഞു പോകാൻ ഇവിടെ കാന പണിയണമെന്നും ജല അതോറിറ്റിയുടെ പഴയ പൈപ്പുകൾ മാറ്റി പുതിയത് വെച്ചതിന് ശേഷം റോഡ് പണി നടത്തിയാൽ മതിയെന്ന് നാട്ടുകാർ പറഞ്ഞുവെങ്കിലും അധികൃതർ അതൊന്നും ചെവിക്കൊള്ളാതെയാണ് റോഡ് പണി ചെയ്തത്. ഇതിനെ തുടർന്ന് പുതുതായി നിർമ്മിച്ച റോഡിലെ ഈ ഭാഗത്ത് തന്നെ നിരവധി തവണ ജല അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടി ഗർത്തം രൂപപ്പെടുകയും തുടർന്ന് പുതിയ റോഡ് കുത്തിപ്പൊളിച്ച് പൈപ്പ് പഴയതുപോലെ തന്നെ ശരിയാക്കി സിമന്റ് ഇട്ട നിലയിലും ആണ്. കാലവർഷം അധികമാകുന്നതിന് മുമ്പ് തന്നെ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരനായ ജയൻ പറയുന്നത്. ശകരം കൂടിയാൽ മതി, അല്ലെങ്കിൽ ആ പൈപ്പ് പൊട്ടിയിട്ട് ഇവിടേക്ക് വെള്ളം വരും. അതാണ് ഇവിടെ. അപ്പോൾ ഇത് അധികൃതരെ അറിയിച്ചില്ലേ വിവരം? കുറേ പ്രാവശ്യം അറിയിച്ചിട്ടുണ്ട്, നടപ്പായിട്ടില്ല. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളുകൾക്കും വാഹനങ്ങൾക്കും പോലെ. വെള്ളം കൊണ്ട് ഉള്ളിലേക്ക് വെള്ളം കയറും. വണ്ടി പോകുമ്പോൾ വണ്ടിക്കാർ മെല്ലെല്ലാം പോവുക. ബസ്സൊക്കെ ഇറങ്ങാൻ മെല്ലെ പോകും. ചെറുവണ്ടിയോളാണ് സ്പീഡിൽ പോവുക. അതുകൊണ്ട് ഇത് നേരാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒന്ന് പൊക്കിയിട്ട് ഇതാക്കണം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം പ്രസ് ക്ലബിൻ്റെ 30ാം വാർഷികത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ സുവനീർ പ്രകാശനം നടന്നു. ജീവകാരുണ്യ സ്വാതന്ത്ര്യ മേഖലകളിൽ സജീവമായി ഇടപെടുന്ന CMN ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ നായരുടെ വസതിയിലെ ക്ലബ് ഹൗസിൽ വെച്ച് നടന്ന പരിപാടി K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പവിഴാക്ഷരങ്ങൾ എന്ന് പേരിട്ട സുവനീർ K. പ്രേംകുമാർ MLA കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ PT നരേന്ദ്രമേനോനും CNM ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ നായർക്കും നൽകിയാണ് പ്രകാശനം ചെയ്തത്. അതിനെ മുൻകൈയെടുക്കുകയും അത് പൂർണ്ണതയിലെത്തിക്കുകയും ചെയ്തിട്ടുള്ള പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികളെ, അതിലെ ഓരോ അംഗങ്ങളെയും വളരെ വളരെ സന്തോഷത്തോടെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ തന്നെ ആദ്യമായി തയ്യാറാകുന്നത്. രണ്ടാമതൊരു കാര്യം, സാധാരണ സുവനീർ ഞാൻ വേറെ തെറ്റായി പറയുന്നതല്ല, തമാശയായിട്ട് എടുത്താൽ മതി. എനിക്കിതിനെ സംബന്ധിച്ച് പറയാൻ എനിക്കൊരു കോപ്പി തന്നിട്ടില്ല, ഞാൻ അശക്തനാണ്. അപ്പോൾ മിരിയാനാണ് ഫിറോസ് ഭായി ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, അത് വരണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സോനിയറിന്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് പറയാൻ അശക്തനാണ് എന്ന് സവിനയം അറിയിക്കുക. ചടങ്ങിൽ പ്രസ് ക്ലബിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഫിറോസ് K. പടിഞ്ഞാക്കര അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ആയിരുന്നു പ്രകാശന ചടങ്ങ് നടന്നത്. എഴുത്തുകാരൻ രഘുനാഥ്, പറളി P. ഹൃഷികേശ്, പ്രസ് ക്ലബ് സെക്രട്ടറി K. രാഗേഷ്, പ്രസിഡന്റ് M. സനോജ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ് ക്ലബ് അംഗങ്ങളായ ജ്യോതി തേക്കിൻകാട്ടിൽ, സജിൻ പത്മനാഭൻ, മുരളി, അബ്ദുൾ ഷരീഫ്, സുർജിത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമത്തിൻ്റെ 23ാമത് വാർഷികവും ആചാര്യ സ്മരണയും ത്രിദിന കഥകളി അരങ്ങും 18-ന് ആരംഭിക്കും. 18-ന് രാവിലെ കഥകളി ആചാര്യൻ പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ 101ാം ജന്മവാർഷികം ആഘോഷിക്കുമെന്നും കഥകളി ആശാൻ വെങ്കിട്ടരാമൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
101 വിളക്കുകൾ തെളിയിച്ചുകൊണ്ടുള്ള രാമൻകുട്ടി നായർ അനുസ്മരണ പരിപാടി വിവിധ രീതിയിൽ ഗാംഭീര്യമാക്കാനും കഥകളിയുടെ ആദ്യകാല ശൈലിക്ക് ശേഷം ഇടം പിടിച്ച കല്ലടിക്കോടി ശൈലി പാലക്കാടിന്റെ തനതുരൂപമാണെങ്കിലും പാലക്കാട് അന്യനിന്നു പോകുന്ന ശൈലിയായി മാറി. കല്ലടിക്കോടൻ ശൈലിയെ കൊണ്ടുവരുന്ന വേദി കൂടിയാണ് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമത്തിന്റെ 23ാമത് വാർഷികം. 19, 20 തീയതികളിൽ നടക്കുന്ന കഥകളി അരങ്ങിൽ കഥകളിയുടെ വിവിധ ശൈലികളുടെ സമന്വയം വേദിയിലെത്തും. കഥകളിയുടെ യാഥാർത്ഥ്യ സൗന്ദര്യം ആസ്വദിക്കാനായി കല്ലടി, കപ്ലി, കല്ലുവഴി ശൈലികളിലെ ചൊല്ലിയാട്ടം, തോടയം എന്നിവ വേദിയിലെത്തുന്നതിനൊപ്പം വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങളും സംവാദവും നടക്കും. ആദ്യ ദിനം കല്ലേക്കുളങ്ങര ഭഗവതി ക്ഷേത്രവും 19, 20 തീയതികളിലെ ആഘോഷങ്ങൾ സംഗീത കോളേജിൽ നടക്കുമെന്നും കലാമണ്ഡലം വെങ്കിട്ടരാമൻ പറഞ്ഞു. ആ ചിട്ടയിലുള്ള തോടയും പുറപ്പാടും കുറച്ച് പദങ്ങളും മാത്രമേ ആ സ്ഥാപനത്തിൽ പഠിക്കുന്നുള്ളൂ. ഒരു മുഴുവൻ കഥ പഠിപ്പിച്ച് അവതരിപ്പിക്കാൻ എന്ന് അവിടെ ആവില്ല. അപ്പൊ അത്തരമൊരു ശൈലി നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ജനിച്ചത് നാമാവശേഷമായിക്കൂടാ എന്നൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട് ഞാനും സ്ഥാപനത്തിലെ കുട്ടികളും അത് കണ്ടെത്തി ആ ശൈലി പഠിച്ചു, അതിലെ ഗതിവിഗതികൾ മനസ്സിലാക്കി അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടു. കാരണം ഞങ്ങൾക്കത് എൻ്റെ ഇത്ര വർഷത്തെ പരിചയത്തിൽ അങ്ങനെ ഒരു ശൈലി ഉണ്ടെന്നറിയാം, അടുത്തറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടാകുന്നില്ല. ആ ശൈലിയെ നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തിക്കുകയാണ് ആ ദിവസം ചെയ്യുന്നത്. ട്രസ്റ്റി രേഖ പ്രേംദാസ്, ആശാന്മാരായ കലാമണ്ഡലം സൂരജ്, കലാമണ്ഡലം ബാജിയോ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലഹരിക്കെതിരെ ഒറ്റപ്പാലം മൈലമ്പുറം നിവാസികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട്. ലഹരി വിൽപ്പനക്കാരെ ശ്രദ്ധയിൽപ്പെട്ടാൽ കൈകാര്യം ചെയ്യുമെന്നും പോലീസിൽ ഏൽപ്പിക്കുമെന്നും മുന്നറിയിപ്പ്. ഇതോടെ ലഹരി മാഫിയ സംഘങ്ങൾ പ്രദേശത്ത് എത്തുന്നത് കുറഞ്ഞിട്ടുണ്ടെന്നും ഒരു നാട് ഒറ്റക്കെട്ടായി കൈകോർത്താൽ ഏത് ലഹരി സംഘത്തെയും തുരത്താമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. രാത്രികാലമായാൽ പുറമേ നിന്നെത്തുന്ന ലഹരി മാഫിയ സംഘങ്ങളുടെ ശല്യമാണ് നിലവിലുള്ളത്. ഇതിനെതിരെ നാട്ടുകാർ എല്ലാവരും സംഘടിച്ചിറങ്ങി. ലഹരി സംഘങ്ങൾ തമ്പടിക്കുന്ന പ്രദേശത്ത് ആദ്യപടിയായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ബോർഡ് സ്ഥാപിച്ചു. ഒറ്റപ്പാലം മൈലമ്പുറത്തിനടുത്തുള്ള കുന്നുംപുറം നിവാസികളാണ് ലഹരി സംഘങ്ങൾക്ക് താക്കീത് നൽകിക്കൊണ്ട് ബോർഡ് സ്ഥാപിച്ചത്. മൈലമ്പുറത്തും പരിസര പ്രദേശങ്ങളിലും നിരോധിത ലഹരി വസ്തുക്കളായ കഞ്ചാവ്, MDMA ഉപയോഗം, വിപണനവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കൈകാര്യം ചെയ്യുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യും. ഭാവി തലമുറയെ ലഹരിയിൽ നിന്നും മുക്തരാക്കാൻ ഏതു വിധേനയും ശ്രമിക്കുന്നതാണ്. ബോർഡിലെ വാചകങ്ങൾ ഇങ്ങനെയാണ്. ബോർഡ് സ്ഥാപിച്ചത് സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരണത്തിന് പിന്നാലെ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും നിരീക്ഷണം കൂടി ഉറപ്പാക്കി. ഇതോടെ ലഹരി മാഫിയ സംഘങ്ങൾ പ്രദേശങ്ങളിലെത്തുന്നത് കുറഞ്ഞിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നാടൊന്നാകെ കൈകോർത്താൽ ഏത് ലഹരി സംഘങ്ങളെയും ഒരു പരിധിവരെ തുരത്താനാകുമെന്ന് ഒറ്റപ്പാലം മൈലമ്പുറം പ്രദേശവാസികൾ സമൂഹത്തോട് വിളിച്ചു പറയുകയാണ്. നമ്മൾ പരിചയമില്ലാത്ത കുറേ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ 25 വയസ്സിനൊക്കെ താഴെ പിള്ളേർ ഈ പാടത്ത് വക്കത്ത് വന്നിട്ട് നമ്മൾ ഈ മാരകമായ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കലും പിന്നെ വിൽക്കലും ഒക്കെയാണ് കാണാൻ പറ്റിയത്. നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ജനങ്ങളുടെ ഇടയിൽ കാണാൻ പറ്റിയത്. അത് കുറേ നേരം നമ്മൾ വാണിംഗ് കൊടുത്തു, പക്ഷെ അത് നിൽക്കണില്ല. പിന്നെ ഇതിനെ എക്സൈസും ഡെയിലി രാത്രി 10-11 മണിക്ക് എക്സൈസും പോലീസും വന്ന് ഡെയിലി ഇതിനെ സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ കൂടി രാത്രി നമ്മുടെ നാട്ടിൽ വന്നിട്ട് കുറച്ച് നേരം പുറത്തിറങ്ങിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇതൊരു വാണിംഗ് എന്ന രീതിയിലാണ് ഈ ഫ്ലെക്സ് വെക്കാൻ കാരണം. പിന്നെ ബാക്കിയുള്ള നടപടികൾ പോലീസിനെ ഏൽപ്പിക്കുക വഴിയാണ് പറഞ്ഞത്. അത്രമാത്രം നാട്ടുകാരുടെ പിന്തുണ ഉണ്ട്. ഉള്ള ജനങ്ങൾ മൊത്തം സപ്പോർട്ടാണ് ഇതിൽ. പിന്നെ ഇനി വരും തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മളുള്ള കാലത്തോളം നടക്കില്ല എന്നൊരു വാണിംഗാണ് നമ്മൾ മൊത്തത്തിൽ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 32 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന വേങ്ങശ്ശേരി അകമണ്ട 8-ാം വാർഡ് ചൂൽപ്പറ്റ മുക്കിരിക്കാട് അംഗൻവാടി ഹെൽപ്പർ സുശീലയ്ക്ക് നാട് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം നിയുക്ത ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ നിർവഹിച്ചു. അംഗൻവാടികളെ സംരക്ഷിക്കാനുള്ള ജനകീയ കരുതലുണ്ടാകണമെന്നും നാടിൻ്റെ പ്രദേശത്തെ എല്ലാത്തിൻ്റെയും പൊതുയിടങ്ങളായി അംഗൻവാടികളെ മാറ്റണമെന്നും നിയുക്ത MLA A. പ്രേംകുമാർ പറഞ്ഞു. എന്തെല്ലാം ഡയറ്റിയാണ് നമ്മുടെ അംഗൻവാടികളിൽ. ഈ പ്രദേശത്തെ കുട്ടികളെ സംബന്ധിച്ച വിവരങ്ങൾ മാത്രമല്ല, കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ ആരെല്ലാമാണ്, അതുപോലെ തന്നെ ഗർഭിണിയായിട്ടുള്ള നമ്മുടെ സഹോദരിമാർ, അവരെ സംബന്ധിച്ചുള്ള വിവരം, മുലയൂട്ടുന്ന അമ്മമാരെ സംബന്ധിച്ചുള്ള വിവരം, നമ്മുടെ പ്രദേശത്തെ വിധവകളായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള സഹോദരിമാരെ സംബന്ധിച്ചിട്ടുള്ള വിവരം,
പ്രായം ചെന്നവരെ സംബന്ധിച്ചിട്ടുള്ള വിവരം. വിരമിച്ച ടീച്ചർക്ക് MLA സ്വന്തം നിലയിലും ആദ്യം പൊന്നാട നൽകി ആദരിച്ചു. തുടർന്ന് സഹപ്രവർത്തകരും നാട്ടുകാരും ടീച്ചർക്ക് ഉപഹാരം കൈമാറി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. P. വിജയലക്ഷ്മി റിപ്പോർട്ട് അവതരിപ്പിച്ചു. CDPO ശ്രീജ മുഖ്യാതിഥിയായി. ICDS സൂപ്പർവൈസർ ലക്ഷ്മി ദാമോദർ സംസാരിച്ചു. സുശീല ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. വാർഡംഗം PC സുരേഷ് കുമാർ സ്വാഗതവും നന്ദുമോൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭയിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ശുചീകരണ പ്രവൃത്തിയുടെ നഗരസഭാതല ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല നിർവഹിച്ചു. പരുത്തിപ്പുറ ഗവൺമെൻറ് പ്രീ മെട്രിക് ഹോസ്റ്റലിലായിരുന്നു നഗരസഭാതല ഉദ്ഘാടനം നടന്നത്. മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാനും അത് കൃത്യമായി പ്രതിരോധിക്കുക എന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ വ്യാഴാഴ്ചയാണ് പ്രവൃത്തികൾക്ക് തുടക്കമായത്. പരുത്തിപ്പുറ ഗവൺമെൻറ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ നടന്ന ശുചീകരണ പ്രവൃത്തികളുടെ നഗരസഭാതല ഉദ്ഘാടനം ചെയർപേഴ്സൺ P. നിർമ്മല നിർവഹിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി നഗരസഭാ തലത്തിലുള്ള ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. വർഷക്കാലം വരുന്നതിന് മുൻപായി രോഗങ്ങളെ പ്രതിരോധിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാടും പമ്പയെല്ലാം വെട്ടി വൃത്തിയാക്കുകയും അതുപോലെ തന്നെ ചാലുകൾ വൃത്തിയാക്കുകയും ചെയ്യുകയാണ്. രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയും ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ നടപ്പിലാക്കി വരുന്നത്. ഈ നഗരസഭാ തലത്തിലുള്ള പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ചടങ്ങിൽ വൈസ് ചെയർമാൻ VK അനുരാജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൗൺസിലർമാരായ മുഹമ്മദ് ആഷിഖ്, രജിത പ്രസന്ന, സെക്രട്ടറി PS രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട തൊഴിലാളികൾ ശുചീകരണ പ്രവൃത്തികളിൽ ഏർപ്പെട്ടു. ഇത്തരത്തിൽ മറ്റു വാർഡുകളിലും ശുചീകരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നുണ്ട്. നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലും പ്രധാന കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചരമം. കവളപ്പാറ കാരക്കാട് മാങ്ങാട്ടുതൊടി വീട്ടിൽ പങ്കജാക്ഷി നിര്യാതയായി. 77 വയസ്സായിരുന്നു. സഹോദരങ്ങൾ ഭാഗ്യലക്ഷ്മി, ഹേമലത, പരേതയായ ദേവയാനി, നാണിക്കുട്ടിയമ്മ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ആമ്പല്ലൂർ മണലി മടവാക്കര റോഡിൽ പട്ടാപ്പകൽ പെൺകുട്ടിക്ക് നേരെ യുവാവിൻ്റെ അതിക്രമം. മണലിപ്പുഴയിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. SFI നേതാവിൻ്റെ കൊലവിളി പ്രസംഗം. 50ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ്. യൂണിഫോം അഴിച്ചുവെച്ചാൽ പോലീസിനെ തല്ലിയെന്ന കേസുണ്ടാകില്ലെന്നും പോലീസുകാരുടെ വീട് അമ്പിളിമാമ്പൻ്റെ അടുത്തല്ലെന്നും നേതാവിൻ്റെ വെല്ലുവിളി. VD സതീശൻ്റെ മുഖ്യമന്ത്രി പദം മധുരനൊമ്പരമായി. പല്ലശ്ശേന ഒഴിവുപാറ 9 വയസ്സുകാരി വിനോദിനിക്ക് ചികിത്സാ പിഴവിനെ തുടർന്ന് കൃത്രിമ കൈ പിടിപ്പിക്കാൻ സഹായം നൽകിയത് VD സതീശനായിരുന്നു. VD സതീശൻ്റെ മുഖ്യമന്ത്രി പദം വിനോദിനി ലഡു വിതരണം ചെയ്ത് ആഘോഷിച്ചു. VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും ആരോഗ്യമേഖലയെ ആരോഗ്യത്തോടെ VD സതീശൻ നയിക്കുമെന്നും വിനോദിനിയുടെ അമ്മ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.